നമ്മുടെ യങ് ജനറേഷനിൽ ഇപ്പോൾ കൂടുതലായിട്ട് കാണാൻ കാരണം 2 കാരണങ്ങളാണ്. ഒന്ന് വ്യായാമത്തിൻ്റെ കുറവ്, 2 ഭക്ഷണത്തിലുള്ള വ്യത്യാസങ്ങൾ. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഇന്ന് എല്ലാം കൂടി വരുന്ന ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഹൃദ്രോഗം, മറ്റ് അസുഖങ്ങളെല്ലാം വരുന്നതിന് ബേസ് ഡയബറ്റീസാണ്. വ്യായാമം കറക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരിൽ നമ്മൾക്ക് പ്രമേഹം ചെറുപ്പക്കാരിൽ വരുന്നത് കുറവാണ്. പക്ഷേ എങ്കിൽ പോലും ഷുഗർ കൂടുതൽ വരാൻ കാരണം അവർ കഴിക്കുന്ന ഫുഡ് സ്റ്റഫ്സിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഫാസ്റ്റ് ഫുഡ്, അതുപോലെ ബർഗേഴ്സ്, കോള, പിസ്സ ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ കെമിസ്ട്രി അങ്ങോട്ട് മാറും. ഈ ഓഫീസ് വർക്കേഴ്സ് അവരിരുന്ന് വർക്ക് ചെയ്ത് രാവിലെ മുതൽ ഒരേ കസേരയിരുന്ന് കമ്പ്യൂട്ടറിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നു. അങ്ങനെ വർക്ക് ചെയ്ത് അവരുടെ ശരീരം അല്പം പോലും അനങ്ങുന്നില്ല. നമ്പർ ഓഫ് ഫുഡ് സ്റ്റെപ്സ് പെർ ഡേ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഫുഡ് സ്റ്റെപ്സ് അവർക്ക് ആവശ്യത്തിന് കിട്ടുന്നില്ല. വണ്ടിയിൽ വന്ന് ഓഫീസിൽ വരുന്നു, തിരിച്ച് വളരെ ക്ഷീണിതനായിട്ട് പോകുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ ബേസിക്കായിട്ടുള്ള യങ്ങർ ജനറേഷന് ഡയബറ്റീസ് വരാൻ ഉള്ള കാരണം. പിന്നെ ആൽക്കഹോളിൻ്റെ ഉപയോഗം. ആൽക്കഹോൾ കൊണ്ട് ഡയറക്റ്റായിട്ട് പാൻക്രിയാസിൽ നിന്നാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പാൻക്രിയാസിനെ ഡയറക്റ്റായിട്ട് ബാധിക്കും. ഇതുകൂടാതെ പല മേഖലയിൽ ഇത് പ്രവർത്തിച്ച് നമ്മളുടെ ഊർജം, അത് കൂടുതൽ കലോറീസ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നു. അതുകൂടാതെ നമ്മുടെ ലിവറിലുള്ള മെറ്റാബോളിസത്തിലുള്ള വ്യത്യാസങ്ങൾ, ഇതും നമ്മുടെ ഈ ജീവിതശൈലിയിലെ വ്യത്യാസം കൊണ്ടാണ് യങ്ങർ ജനറേഷനിൽ കൂടുതലായിട്ട് പ്രമേഹം കാണുന്നത്.